നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2026 ജനുവരി 1. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു നല്ല പുതുവത്സരാശംസകൾ നേരുന്നു. 2026 മുതൽ പെൻഷൻ വിതരണത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഈ മാസത്തെ ജനുവരി പെൻഷൻ എന്നാണ് ലഭിക്കുക? ഇനി നിയമസഭാ ഇലക്ഷന് മുമ്പ് പെൻഷൻ വർധന ഉണ്ടാകുമോ? അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പെൻഷനായ 1000 രൂപ വിതരണം ഈ ഒരു മാസം ഉണ്ടാകുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മാക്സിമം 5 മിനിറ്റോ അല്ലെങ്കിൽ 6 മിനിറ്റോ മാത്രമാണ് ഉണ്ടാവാറ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. കഴിഞ്ഞ വർഷത്തെ പെൻഷൻ കുടിശ്ശികയെല്ലാം ഇപ്പോൾ കൊടുത്തു തീർത്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം തുടക്കത്തിൽ ഒരുപാട് പെൻഷൻ കുടിശ്ശിക ബാക്കിയുണ്ടായിരുന്നു. 8-9 മാസം വരെയുള്ള കുടിശ്ശികയുണ്ടായിരുന്നു. അത് പിന്നീട് ഓരോ മാസത്തെയും കൊടുത്തു തീർത്ത് അവസാനമായപ്പോഴേക്കും എല്ലാ കുടിശ്ശികയും കൊടുത്തു തീർത്തു. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ പെൻഷൻ വർധന വരുത്തുകയും അങ്ങനെ നമുക്കിപ്പോൾ 2000 രൂപയാണ് ഇപ്പോൾ നമുക്ക് പെൻഷൻ ലഭിക്കുന്നത്. ഇനി ജനുവരി മാസം മുതൽ പെൻഷൻ ചിലപ്പോൾ 2500 വരുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 15-ാം തീയതിക്ക് മുമ്പായി തന്നെ ബജറ്റ് അവതരണം ഉണ്ടാകും. ഇടക്കാല ബജറ്റായിരിക്കും അവതരിപ്പിക്കുക. ഈ ഒരു ബജറ്റിലായിരിക്കും ഈ ഒരു പെൻഷൻ വർധനയെ പറ്റിയും മറ്റൊരുപാട് ആനുകൂല്യങ്ങളെ പറ്റിയും പറയുക. ഏതായാലും ബജറ്റ് വരെ കാത്തിരിക്കുക മാത്രമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്. അതിനുശേഷമായിരിക്കും ഈ ഒരു മാസത്തെ പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കുക. 18-ാം തീയതി മുതൽ 20-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായിരിക്കും ഈ ഒരു മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് മാസമായി മുടങ്ങിക്കിടക്കുന്ന തൊഴിലാളി ക്ഷേമനിധി പെൻഷനും കഴിഞ്ഞ മാസം 2 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിച്ചിരുന്നു. ഇനിയും ഏകദേശം 1.5 വർഷത്തോളത്തെ പെൻഷൻ കുടിശ്ശിക അതിൽ ബാക്കിയുണ്ട്. 15 മാസത്തെ പെൻഷൻ കുടിശ്ശിക അതിൽ ബാക്കിയുള്ളത്. അതും ഇനി കുറച്ച് കൊടുത്ത് തീർക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശിക ബാക്കിയായിട്ടുണ്ട്. അതും ഈ ഒരു മാസത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി അങ്ങോട്ട് എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിക്കും. നമുക്കറിയാം, 4 മാസങ്ങൾ കഴിഞ്ഞാൽ ഈ നിയമസഭാ ഇലക്ഷനാണ്. ആ ഇലക്ഷന് മുന്നോടിയായി തന്നെ എല്ലാ മാസവും 15-ാം തീയതിയോ 16-ാം തീയതിയോ പെൻഷൻ കൊടുത്തു തീർക്കാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അങ്ങനെ പെൻഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ മാസവും കറക്റ്റായി തന്നെ മോണിറ്ററും ചെയ്യും നമ്മുടെ പെൻഷൻ. നമുക്കറിയാം, നമ്മുടെ എല്ലാ രേഖകളും ഇപ്പോൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വീട്, സ്ഥലം, വാഹനം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പെൻഷനുമായി ബന്ധപ്പെടുത്തിയ സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അനർഹമായിട്ട് ഇനി പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. സ്വന്തമായി വാഹനമുള്ള ആളുകൾക്കും അതുപോലെ തന്നെ 1 ഏക്കറിന് മേലെ കാർഷിക ആവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്ന ഭൂമിയുള്ള ആളുകൾക്ക്, 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക്, വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകൾക്കൊന്നും ഇനി പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ല. അവർക്കെല്ലാം പെൻഷൻ മുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ള പെൻഷൻ മസ്റ്ററിങ് നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നമ്മൾ ഒരു വിരൽ പതിപ്പിക്കാറാണ് പതിവ്. അതും ഇപ്രാവശ്യം മുതൽ മാറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിനൊരു സോഫ്റ്റ്വെയർ രൂപത്തിലായിരിക്കും ഇനി വരിക. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കും. അതിന് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി തന്നെ റെഡിയാക്കി വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ആധാർ കാർഡ് അനുസൃതമാക്കിയായിരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആധാർ കാർഡ് പുറത്തിറക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആരുടെയും ആധാർ കാർഡ് നമ്മുടെ കണ്ട സ്കാനർ ഉപയോഗിച്ച് തന്നെ ഫോട്ടോ എടുത്ത് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും. അതുകൊണ്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആധാർ കാർഡ് വളരെ കൃത്യമായിരിക്കേണ്ടി വരും. ആധാർ കാർഡിലെ ഫോൺ നമ്പർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിലേക്ക് ഒരു OTP നമ്മൾ നൽകേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ സ്കാനർ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ഏറ്റവും പുതിയ ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആധാർ കാർഡുമായി എന്ത് സേവനങ്ങൾക്ക് നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും ഫോട്ടോ കൂടി മാറ്റാൻ അവരോട് പറയുക. നമ്മൾ ആധാർ കാർഡിൽ ചിലപ്പോൾ തെറ്റിതിരുത്താൻ അതല്ലെങ്കിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാനെല്ലാം പോകുമ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കാറുണ്ട്. പക്ഷേ അത് വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്, അല്ലാതെ അത് ഫോട്ടോ മാറി വരാറില്ല. നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ മാറ്റാൻ അവരോട് പറയേണ്ടി വരും. എങ്കിൽ മാത്രമായിരിക്കും അവർ ഫോട്ടോ മാറ്റുകയുള്ളൂ. അവർക്ക് മാത്രമായിരിക്കും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും ഇപ്പോൾ അപേക്ഷിക്കാം. പുതിയ പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകൾക്ക് തന്നെ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇനിയും ഇലക്ഷൻ വരാനുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ആവുകയും ചെയ്യും.
അതുപോലെ മറ്റൊരു സംശയമാണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ. അവരുടെ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാവുകയാണ്. അവർ അത് അപേക്ഷ കൊടുത്ത ആളുകൾക്കെല്ലാം അത് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ റേഷൻ കാർഡ് മഞ്ഞ ചുവപ്പുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു അവസരം ഉണ്ടായിരിക്കുക. അവരുടെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു മാസം മുതൽ തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അവർക്ക് മസ്റ്ററിങ്ങിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ചിലപ്പോൾ അവർ പെൻഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടിയും വരും. ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ